ഹലോ ചേട്ടാ, വെള്ളം. ഫുഡ് വേണമെങ്കിൽ മേടിച്ചതാ. എങ്ങോട്ടാ പോണേ ഇപ്പോൾ? എങ്ങോട്ടാ പോണേ? പേരെന്താ? പേര് കൂടി പറഞ്ഞിട്ട് പോളോ. പേരെന്താ? ഓയ് കഴിച്ചോ? കൊടിയ വിശപ്പിന്റെ സഹിക്കാനാവാത്ത വേദനയിൽ തെരുവുനായയുടെ പച്ചയിറച്ചി തിന്നേണ്ടി വന്ന മാനസിക അസ്വാസ്ഥ്യമുള്ള യുവാവിന് ഒടുവിൽ ആശ്വാസതീരം. ദിവസങ്ങളോളം പട്ടിണി കിടന്ന് തെരുവിൽ അലഞ്ഞ യുവാവിനെ തൃത്താലയിലെ മാധ്യമപ്രവർത്തകരുടെ സമയബന്ധിതമായ ഇടപെടലിലൂടെ കുമരനെല്ലൂരിലെ സ്നേഹാലയം ചാരിറ്റബിൾ ഹോമിൽ സുരക്ഷിതമായി എത്തിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുന്നംകുളം കേച്ചേരി റോഡരികിൽ വെച്ച് ഈ യുവാവ് തെരുവുനായയുടെ പച്ചയിറച്ചി കഴിക്കുന്ന ദൃശ്യങ്ങൾ വഴിയാത്രക്കാർ പകർത്തിയിരുന്നു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും വൻ പ്രചാരം നേടുകയും ചെയ്തെങ്കിലും ആ കാഴ്ച കണ്ട് സഹതാപം പ്രകടിപ്പിക്കാനല്ലാതെ ഈ മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം നൽകാനോ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റാനോ ആരും മുന്നോട്ട് വന്നില്ല എന്നത് നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയുടെ നേർചിത്രമായിരുന്നു. എന്നാൽ ബുധനാഴ്ച രാവിലെയോടെ തൃത്താല മേഴത്തൂർ റോഡിലൂടെ അവശനിലയിൽ നടന്നു പോവുകയായിരുന്ന യുവാവ് കൂറ്റനാട് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഇസ്മയിൽ പെരുമണ്ണൂർ, മാധ്യമപ്രവർത്തകൻ ശിവപ്രസാദ് തൃത്താല എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ദിവസങ്ങളായി ആഹാരമൊന്നും കഴിക്കാതെ പൂർണ്ണമായും മെലിഞ്ഞുണങ്ങി തളർന്ന അവസ്ഥയിലായിരുന്നു ഇയാൾ. നിമിഷനേരം പോലും കളയാതെ ഇരുവരും ചേർന്ന് യുവാവിനെ മേഴത്തൂർ സെന്ററിലെത്തിച്ച് ഭക്ഷണവും കുടിവെള്ളവും നൽകി തണലായി. തുടർന്ന് വിവരം തൃത്താല പോലീസിനെ അറിയിച്ചു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാൾക്ക് വീണ്ടും ഭക്ഷണം നൽകി. യുവാവിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞെങ്കിലും ഓർമ്മശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു ഇയാൾ. ചില സമയങ്ങളിൽ വിനീത് എന്നാണ് പേരെന്ന് പറയുന്നതൊഴിച്ചാൽ വീടോ നാടോ മറ്റ് വിവരങ്ങളോ ഓർത്തെടുക്കാൻ ഇയാൾക്ക് സാധിക്കുന്നില്ല. കാഴ്ചയിൽ 30നും 35നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന ഈ യുവാവ് അനുഭവിച്ച കടുത്ത പട്ടിണിയാണ് ആ ക്രൂരമായ കാഴ്ചയിലേക്ക് എത്തിച്ചതെന്ന് വ്യക്തം. ഉടൻ തന്നെ ആംബുലൻസ് വരുത്തി പോലീസിന്റെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ യുവാവിനെ തൃത്താല കുമരനെല്ലൂരിലുള്ള സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് മാറ്റി. ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ വൈറൽ കാഴ്ചയായി മാറിയ ഒരു മനുഷ്യജീവനെ സഹജീവി സ്നേഹത്തിന്റെ യഥാർത്ഥ മാതൃകയായി മാറി തൃത്താലയിലെ മാധ്യമപ്രവർത്തകരുടെ ഈ കരുതൽ.